ജി സുധാകരൻ CPM വിട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവാണ്. ഇത്തരം ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന CPMനെ നഷ്ടമുണ്ടാക്കില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു സുശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ വിപ്ലവ പ്രസ്ഥാനമാണ്. ആ പാർട്ടി കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. ഇനിയും കൂടുതൽ ജനവിശ്വാസം നേടിക്കൊണ്ട് പാർട്ടി ഇനിയും ശക്തിപ്പെടും. പാർട്ടി തളർന്നു പോകുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തെറ്റായ ധാരണകളും വിശ്വാസങ്ങളുമാണ് പലപ്പോഴും മാധ്യമരംഗത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കൂടുതൽ കരുത്തോടുകൂടി ശക്തിപ്പെട്ടു വരണമെന്നാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, CPIM. അതൊരു പച്ചത്തുരുത്താണ്. അത് ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാണ്. ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ബദൽ സംവിധാനം ഭരണനയം നടപ്പിലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അതാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് ആ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെട്ടു വരും. ജി സുധാകരനെ EP ജയരാജനെ പോലുള്ള നേതാക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ പാർട്ടി? എന്നെ പരിഗണിക്കാതെ കൊണ്ടാണോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്? അല്ല, എന്നാലും അങ്ങനെപ്പോലെ മത്സരിക്കാനും സീറ്റില്ലല്ലോ. ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ 3 പ്രാവശ്യം MLA ആയില്ലേ, 1 പ്രാവശ്യം മന്ത്രിയായില്ലേ. എൻ്റെ പിൻഗാമികളായിട്ടുള്ള ഒരുപാട് യുവസഖാക്കൾ, വനിതാ സഖാക്കളൊക്കെ ഉണ്ട്. പുതിയവരെ വളർത്തിയെടുക്കണം, പുതിയ നേതൃരംഗം ഉയർന്നു വരണം, ഭരണരംഗത്ത് പ്രാപ്തിയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് എന്നെപ്പോലെയുള്ള ആളുകൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ശരിയായ കാഴ്ചപ്പാട്. ഞാൻ ആ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. EP 3 തവണ MLA, 1 തവണ മന്ത്രിയും. സുധാകരൻ 5 തവണ MLA, 2 തവണ മന്ത്രിയും, മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരിക്കും. അതൊക്കെ അനുഭവ സമ്പത്തുകളാണ്. എന്നിട്ട് ഈ മോഹം തീരാത്തുന്നുണ്ടായിരിക്കും. ഓരോ മനുഷ്യൻ്റെയും പ്രത്യേക പ്രശ്നങ്ങളും കാര്യങ്ങളുമാണത്. അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കും. നിങ്ങൾ സുധാകരനോട് പോയി ചോദിക്കൂ. പാർട്ടി അവഗണിക്കുന്ന ഇപ്പോഴും പുള്ളി പറയാം, ഇത്രയും ചെയ്തു കൊടുത്തിട്ടും പാർട്ടി അവഗണിക്കുന്ന പറയുന്നത്. പാർട്ടി അവഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കൂ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ചെറുപ്പം തൊട്ട് കണ്ട നേതാവാണല്ലോ, അങ്ങനെ പാർട്ടി അവഗണിച്ചിട്ടുണ്ടോ സുധാകരൻ? ഞാനും അദ്ദേഹവും. ഞാൻ KSYFൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ എൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു ഉപഭാരവാഹിയായി പ്രവർത്തിച്ച ആളാണ്. ഞങ്ങൾ വിദ്യാർത്ഥി രംഗത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പാർട്ടി രംഗത്തും ഭരണരംഗത്തും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് പല സഖാക്കളുമായിട്ട് വലിയ വ്യക്തിബന്ധങ്ങളും അതുപോലെയുള്ള അനുഭവങ്ങളും ഒക്കെ എനിക്കുമുണ്ട്. ആ അനുഭവങ്ങളെല്ലാം എൻ്റെ രാഷ്ട്രീയമായ കരുത്തിനെ വികസിപ്പിക്കാനും എൻ്റെ രാഷ്ട്രീയ നിഗമനങ്ങളെ ശക്തിപ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അത് ഞാൻ നിർവഹിക്കുന്നു. സുധാകരൻ തള്ളിപ്പറയാറായിട്ടില്ല അല്ല, ഇനിയും പ്രതീക്ഷയുണ്ടോ CPMന്? അതൊന്നും ഏതെങ്കിലും തള്ളിപ്പറയുക എന്നുള്ളതല്ല CPM കാഴ്ചപ്പാട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. കാരണം ഈ പ്രസ്ഥാനം ശക്തിപ്പെടണം. ഈ പ്രസ്ഥാനത്തിന് ക്ഷീണമുണ്ടാകുന്നത് ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണമാണ്. അത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ന് സോവിയറ്റ് യൂണിയൻ തകർന്നു. അതിൻ്റെ മഹാദുരന്തമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ഒരു യുദ്ധം എത്രമാത്രം ഭീകരമാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ. ആ ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ ഈ ആപത്തുണ്ടാകുമായിരുന്നോ? ഒരു സോഷ്യലിസ്റ്റ് രാജ്യം സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നുപോയി. അതിൻ്റെ മഹാദുരന്തം ഇന്ന് ലോകം അനുഭവിക്കുകയാണ്. മനുഷ്യക്കുരുതിയാണ്. ആ മനുഷ്യനെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിൽ ഇന്ന് വലതുപക്ഷ തീവ്രവാദം ശക്തിപ്പെടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു വലതുപക്ഷ തീവ്രവാദിയാണ്. അദ്ദേഹം നടപ്പിലാക്കുന്ന നയങ്ങൾ ഓരോന്നും നോക്കൂ, എത്ര ഭീകരമാണ്. ഇത് ലോകത്തെ ഉത്കണ്ഠപ്പെടുത്തുകയാണ്. അതിനുള്ള പരിഹാരമാർഗം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയുമാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ശക്തിയാണ് ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരായി പോരാടാനുള്ള ജനകീയ ശക്തിയുടെ ഒരു കരുത്ത്. ഈ ലോകരാഷ്ട്രങ്ങളിലെ പ്രശ്നങ്ങൾ CPM പറയുമ്പോൾ അങ്ങ് പ്രസംഗിക്ക് വരെ കളിയാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ അത് എങ്ങനെ തോന്നുന്നു? ഞാൻ കളിയാക്കാറില്ല. അല്ല, അങ്ങ് മറ്റുള്ളവർ കളിയാക്കും CPM നേതാക്കൾ ലോകകാര്യങ്ങൾ പറയുമ്പോൾ. അതെ, അതാണ് പലർക്കും പറ്റിയ തെറ്റ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും ലോക സാഹചര്യങ്ങളും സാമ്രാജ്യത്വത്തിൻ്റെ ആപത്തും ഒക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ചില പ്രദേശങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ നിങ്ങളെപ്പോലെ മാധ്യമക്കാർ ചോദിച്ചു, ഇപ്പോഴെന്താണ് അതിൻ്റെ പ്രസക്തി?
അന്ന് പലർക്കും അത് മനസ്സിലാകാത്ത കാര്യമാണ്. സാമ്രാജ്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ ജനതയെ അണിനിരത്താൻ, കേരള ജനതയെ അണിനിരത്താൻ ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ പലപ്പോഴും പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് യാഥാർത്ഥ്യമാകുന്നു. അപകടകരമായ നിലയിലാണ്. ലോകത്തിൽ ഈ യുദ്ധം വ്യാപിച്ചാൽ മനുഷ്യരാശിയുടെ നാശമാണ്, ജീവജാലങ്ങളുടെ നാശമാണ്. അപകടകരമായൊരു ചുറ്റുപാടിലാണ് ഉള്ളത്. എന്ത് പരിഹാരം? അതിൻ്റെ ബദൽ ശക്തി എന്ന് പറയുന്നത് പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത് ക്ഷീണിക്കുന്നതാണ് ഇത്തരത്തിൽ ആപത്തുകൾ വളർന്നു വരാൻ കാരണം. ഇതെനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കും, ലോകം മനസ്സിലാക്കും. അതിനെതിരായിട്ടുള്ള ചെറുത്തിൽ പ്രസ്ഥാനം ശക്തിപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുധാകരനെ കുലംകുത്തി എന്നും വർഗവഞ്ചകൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ബാനറുകൾ അമ്പലപ്പുഴയിൽ ഉയർത്തിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. അത് ശരിയാണോ? അല്ല, ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്തായാലും